നന്നായിട്ട് പഠിക്കുക, കൂടി നന്നായിട്ട് ഡാൻസ് കളിക്കുക. അപ്പൊ എല്ലാവിധ ഭാവങ്ങളും ഓക്കെ. താങ്ക് യു. അങ്ങനെ ഒരു കളർഫുൾ സംഘനൃത്തമൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചു വരികയാണ്. ഇനി നമുക്ക് മറ്റു റിപ്പോർട്ടിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കലോത്സവത്തിൽ നൃത്ത ഇനത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് മുല്ലപ്പൂ. എന്നാൽ കലോത്സവത്തിന്റെ സ്കോർ ബോർഡ് പോലെ മുല്ലപ്പൂ റേറ്റും കുതിച്ചുയരുകയാണ്. ആകെ മൊത്തത്തിൽ ഡിമാൻഡ് കൂടിയ മുല്ലപ്പൂ കലോത്സവ വേദിയിൽ എത്തണമെങ്കിൽ ചിലവ് കുറച്ചധികം വേണം. രേണുക രാജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കലോത്സവത്തിലെ നിരവധി മത്സര ഇനങ്ങൾക്ക് മുല്ലപ്പൂവും മറ്റു പൂക്കളും ആവശ്യമുള്ളതാണ്. എന്നാൽ മാർക്കറ്റിൽ ഒരു മുഴം മുല്ലപ്പൂവിന് 150 മുതൽ 200 വരെയാണ് റേറ്റ്. മഞ്ഞുകാലമായതുകൊണ്ട് മുല്ലപ്പൂവിന് മാർക്കറ്റിൽ ഡിമാൻഡ് അല്പം കൂടുതലാണ്. പഴയ പോലെ മുല്ലപ്പൂ മാർക്കറ്റിൽ എത്തുന്നില്ലെന്നും കച്ചവടം കുറവാണെന്നും കച്ചവടക്കാർ പറഞ്ഞു. മഞ്ഞുകാല ആയപ്പോൾ പൂവിൻ്റെ തട്ട് വന്നു. മുല്ലപ്പൂവിൻ്റെ തട്ടാണ്, വിലയും കൂടുതലാണ്. മുല്ലപ്പൂ പഴയതുപോലെ വരുന്നില്ല. ഇനി മുല്ലപ്പൂ ഇല്ലല്ലോ മോളെ, ഇതല്ലേ ഉള്ളൂ, ഇതേ ഉള്ളൂ. അതെനിക്കുള്ളത് കിട്ടും. കുടമുല്ലയാണ് കൂടുതൽ കേൾക്കണത്, പക്ഷെ വില കൂടുതൽ കുടമുല്ലയ്ക്ക്. മുല്ല കുറവല്ല, മുല്ല ഉണ്ട്, പക്ഷേ അതിൻ്റെതായ വിലയുണ്ട്. 150 രൂപ 200 രൂപ അങ്ങനെ വരും. മാർക്കറ്റിലുണ്ട്, പക്ഷേ വിലയായതുകൊണ്ട് ആരും എടുക്കുന്നില്ല എന്നുള്ളൂ. തിരുവാതിരക്കളിക്ക് മുല്ലപ്പൂ നിർബന്ധമായും വേണം. മുല്ലപ്പൂ വില കൂടിയതുകൊണ്ട് തൽക്കാലം പിച്ചുപ്പൂ വച്ച അഡ്ജസ്റ്റ് ചെയ്തവരുമുണ്ട്. ഒരു മുഴത്തിന് തന്നെ അവർ 150 to 180 റുപ്പീസിൻ്റെ അടുത്ത് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഒരു 10-12 മുഴം വാങ്ങുമ്പം നല്ല പൈസ തുകയാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ചിന്തിച്ചത്. നമ്മൾ മാഷോട് വിളിച്ച് ചോദിച്ചപ്പോൾ മാഷോന് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ മാറ്റി ചിന്തിച്ചത്. എന്നാൽ മുല്ലപ്പൂ വയ്ക്കാത്തതിനാൽ മാർക്ക് കുറഞ്ഞാലോ എന്ന് കരുതി 3000 രൂപ മുതൽ 4000 രൂപ വരെ മുല്ലപ്പൂ തിരുവാതിരയ്ക്കായി വാങ്ങിയവരുമുണ്ട്. ഞങ്ങൾ വെച്ചേക്കുന്നത് കാറുക, മുക്കുറ്റി, മുയൽ ചെവിയൻ, പിന്നെ മുല്ലപ്പൂ വെച്ചേക്കണത്. തിരുവാതിരയിലെ പണ്ട് തൊട്ടുള്ള ആചാരമാണിത്. ഞാൻ മുല്ലപ്പൂ ഇങ്ങനെ ദേശപുഷ്പങ്ങൾ വെക്കണമെന്ന്. മുല്ലപ്പൂ വെച്ചില്ലെങ്കിൽ പിച്ചിപ്പൂ എല്ലാം വെച്ചാൽ മാർക്ക് കുറയും. അത് അറിയില്ല, പക്ഷേ മുല്ലപ്പൂവാണ് പണ്ട് തൊട്ട് വെക്കണം, അതുകൊണ്ട് മുല്ലപ്പൂ എപ്പോഴും വെക്കാറ്. പിച്ചിപ്പൂവാണോ മുല്ലപ്പൂവാണോ തിരുവാതിരയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചേക്കുന്നത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, മാർക്കറ്റിൽ മുല്ലപ്പൂവിൻ്റെ വില അല്പം കൂടുതലാണ്, കുറച്ച് ഡിമാൻഡ് കൂടുതലാണ്. പക്ഷേ മുല്ലപ്പൂ വെച്ച എല്ലാവർക്കും, അല്ലെങ്കിൽ തിരുവാതിര കളിച്ച് മുല്ലപ്പൂ വെച്ച എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. ക്യാമറമാൻ ചാൾസിനോടൊപ്പം രേണുക രാജേന്ദ്രൻ, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. അങ്ങനെ മുല്ലപ്പൂ വിലയൊക്കെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവ മത്സരങ്ങളും ആവേശപൂർവ്വം ഇങ്ങനെ പുരോഗമിക്കുന്നു.